സൂരജ് എപ്പോഴാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്? അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിതാവിൻ്റെ കയ്യിൽ നോട്ടീസ് ഏൽപ്പിക്കുക, അതാണ് പോലീസിൻ്റെ ഒരു ഉദ്ദേശം. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസാണോ എത്തിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ എറണാകുളം നോർത്ത് പോലീസാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ ഇപ്പോൾ എത്തി ഈ ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ അച്ഛനുണ്ട്, അതോടൊപ്പം തന്നെ അമ്മയുണ്ട്, സഹോദരനുണ്ട്. 3 പേരാണ് നിലവിൽ ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ അവർക്കായിരിക്കും ഈ നോട്ടീസ് കൈമാറുക. സ്വാഭാവികമായും ഈ ഷൈൻ ടോം ചാക്കോയെ ഫോണിൽ ബന്ധപ്പെടാനൊക്കെ പോലീസ് ശ്രമിച്ചതാണ്. ആ ഫോണിൽ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു അവർ അറിയിച്ചിരുന്ന കാര്യം. ഈ പശ്ചാത്തലത്തിലാണ് വീട്ടിലെത്തി ഒരു നോട്ടീസ് കൈമാറുക എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിലെത്തി ഇപ്പോൾ വീടിനകത്തേക്ക് സംഘം കയറുകയും ചെയ്തിട്ടുണ്ട്. പിതാവുണ്ട്, അതോടൊപ്പം തന്നെ സഹോദരനുണ്ട്. സ്വാഭാവികമായി അവർക്ക് ഈ നോട്ടീസ് കൈമാറുകയായിരിക്കും പോലീസ് ചെയ്യുക. ഇവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ എറണാകുളത്ത് നിന്നാണ് ഒരു നോട്ടീസ് കൈമാറുന്നതിന് വേണ്ടിയാണ് എത്തിയത് എന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ചതിന് ശേഷം ഈ സംഘം അകത്തേക്ക് കയറുകയായിരുന്നു. അവർ ഇപ്പോൾ അകത്തെത്തി ഈ നോട്ടീസ് നൽകുന്നതിനുള്ള നടപടികളാണ് അകത്ത് പുരോഗമിക്കുന്നത്. എന്തായാലും 2 പേർ, അതായത് എറണാകുളത്ത് നിന്നെത്തിയ 2 പോലീസുകാരാണ് ഇപ്പോൾ അകത്തെത്തി ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ എന്തിന് ഓടിപ്പോയി, അതായത് ഈ പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ആ മുറിക്കകത്തുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ ആ മുറിക്കുള്ളിൽ നിന്ന് ചാടി ഈ താഴെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി എന്തിനാണ് രക്ഷപ്പെട്ടത് എന്ന സംശയമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നതാണ് പോലീസ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. എന്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുക. അതിനുവേണ്ടി നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരം ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ തൃശ്ശൂരിലെ മുണ്ടൂരിലെ വീട്ടിലേക്കാണ് എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. അവർ എത്തി ഈ നോട്ടീസ് കുടുംബാംഗങ്ങൾക്ക് കൈമാറും. തുടർന്ന് നാളെ ഇത് ഹാജരാകുമോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഈ IC, അതായത് ഇന്റേണൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ ഒരു നോട്ടീസ് ഷൈൻ ടോം ചാക്കോക്ക് ലഭിച്ചതാണ്. അത് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ നോട്ടീസ് ലഭിച്ചത്. പൂർണ്ണമായും അതിനോട് സഹകരിക്കും എന്ന് കുടുംബം നേരത്തെ തന്നെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ പോലീസിന് നോട്ടീസ് ലഭിച്ചിരുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച സമയത്ത് നോട്ടീസ് ലഭിച്ചിട്ടില്ല, ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങൾ പ്രതികരിക്കാം എന്നുള്ളതായിരുന്നു കുടുംബം അറിയിച്ചത്. എന്തായാലും നോട്ടീസ് നൽകുന്നതിന് വേണ്ടി എറണാകുളത്ത് നിന്നുള്ള സംഘം എത്തിയിരിക്കുന്നു. അവർ ഈ നോട്ടീസ് നൽകുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത. സുരേഷ്, നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ICCയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്, ആ അന്വേഷണത്തിനോട് സഹകരിക്കും എന്നുള്ള രീതിയിലാണ്. അത് വിൻസി അലോഷ്യസിന്റെ പരാതിയിലാണ്. പക്ഷേ ഈ കാര്യത്തിൽ എങ്ങനെയായിരിക്കും അത്? അന്വേഷണത്തോട് സഹകരിക്കുമോ? നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് എത്തണം. അത് നോർത്ത് പോലീസാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നതെന്നാണ് സൂരജ് പറഞ്ഞത്. അതനുസരിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നാളെ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയാണ് എന്നതിൽ ഇതുവരെ യാതൊരു വിവരമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ അന്വേഷണത്തോട് സഹകരിക്കുമോ? ആ രീതിയിലുള്ളൊരു പ്രതികരണം നമുക്ക് അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും ആ വീടിനകത്ത് തന്നെ തുടരുകയാണ്. തീർച്ചയായും സ്മിത, അതായത് ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷെ പോലീസിനെ സംബന്ധിച്ച സൂചനകൾ കൃത്യമായി പോലീസിനുണ്ട്. പക്ഷെ അങ്ങനെ തേടിപ്പോയി ഷൈൻ ടോം ചാക്കോയെ പിടികൂടേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് അന്വേഷണ സംഘം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകുക, നിയമപരമായ നടപടികളിലൂടെ ഷൈൻ ടോം ചാക്കോയുടെ കൂടുതൽ വിശദീകരണങ്ങൾ തേടുക, അല്ലെങ്കിൽ കൂടുതൽ ഈ വ്യക്തത വരുത്തുക. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ റെയ്ഡിനിടെ പോലീസ് അവിടെ എത്തി ഈ പരിശോധന നടത്തുന്നതിനിടയിൽ എന്തിന് ഷൈൻ ടോം ചാക്കോ ഓടി എന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറകെ പോയി പിടികൂടി അല്ലെങ്കിൽ പുറകെ പോയി ചോദ്യം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിയമപരമായി തന്നെ നോട്ടീസ് നൽകി ഈ വിളിച്ചു വരുത്തി കൂടുതൽ വ്യക്തത വരുത്തുക എന്നൊരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നത് ഔദ്യോഗികമായി തന്നെ പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. അന്നേരവും ആ സമയത്തും ഈ വീട്ടിലെത്തി ഇത് കൈമാറുമോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. പക്ഷേ എറണാകുളത്ത് നിന്ന് തന്നെയുള്ള പോലീസ് സംഘം ഇവിടെ എത്തുന്നു. അവർ കൃത്യമായി ഈ കുടുംബാംഗങ്ങളോട് ഇവിടെ എത്തിയ സമയത്ത് പിതാവാണ്, ഷൈൻ ടോം ചാക്കോയുടെ പിതാവാണ് ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പിതാവിനോട് ഒരു നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോൾ അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം അതിനോട് പൂർണ്ണമായും സഹകരിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർ അകത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ അന്വേഷണം ഈ എറണാകുളത്ത് നിന്നെത്തിയ പോലീസ് സംഘം അകത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഈ അഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഷൈൻ ടോം ചാക്കോയുടെ പേര്, അഡ്രസ്സ് കൃത്യമായി അതെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം വേണം ഈ നോട്ടീസ് കൈമാറാൻ. അതിന്റെ നടപടിക്രമങ്ങളാണ് അകത്ത് പുരോഗമിക്കുന്നത്. നാളെ 10 മണിക്ക് ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് അന്വേഷണ സംഘം കൈമാറിയിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തിന് പുറത്താണ് ഷൈൻ ടോം
ചാക്കോ എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നാളെ രാവിലെയോടുകൂടി ഷൈൻ ടോം ചാക്കോവും നേരിട്ട് കൊച്ചിയിലെത്തി പോലീസിന് മുന്നിൽ ഹാജരാകുമോ? ഇനി നാളെ എത്തുന്നതിന് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പോലീസിനെ അറിയിക്കുന്നതിനും വഴികളുണ്ട്. അങ്ങനെ നാളെ ഹാജരാകാൻ കഴിയില്ല എന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇളവ് തേടുമെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ നേരത്തെ ICC നൽകിയ ഈ നോട്ടീസിന്മേൽ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് നേരത്തെ തന്നെ കുടുംബം അറിയിച്ചിരുന്നതാണ്. പോലീസിന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കുടുംബം നമ്മളോട് പറഞ്ഞ കാര്യം. ഇന്നലെ മുതൽ ഈ ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ നമ്മൾ ഇവിടെ എത്തി കുടുംബാംഗങ്ങളുമായി നേരിട്ട് സംസാരിച്ചിരുന്നതായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്ന ഷൈനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഇവർക്ക് അടുത്ത ബന്ധുക്കൾക്ക് ഫോണിൽ ഷൈൻ ടോം ചാക്കോയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ഷൈനോട് വീട്ടിലേക്ക് എത്തണം എന്ന്, വീട്ടിലെത്തി കാണണം എന്നൊരാഗ്രഹം വീട്ടുകാർ പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല, ഓഫ് ദി റെക്കോർഡാണ് ഷൈൻ. അതുകൊണ്ട് തന്നെ ഷൈൻ ഇന്ന് ഈ വീട്ടിലേക്ക് എത്തിയേക്കുമോ എന്നൊരു സംശയം എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ 10 മണിക്ക് എറണാകുളത്ത് പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ എറണാകുളത്ത് നിന്നുള്ള സംഘം ഇപ്പോൾ വീട്ടിലെത്തി അതായത് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് എറണാകുളത്ത് നിന്നുള്ള സംഘം ഇവിടെ എത്തി വീട്ടിലെത്തി ഇപ്പോൾ കൈമാറുന്ന സ്മിത.